പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് നിഗൂഢ ഡ്രോണുകൾ കണ്ടെത്തി. വാഷിംഗ്ടണിലെ ഫോർട്ട് മക്നെയർ എന്ന സൈനിക താവളത്തിന് മുകളിലാണ് ദുരൂഹമായ നിലയിൽ ഈ ഡ്രോണുകൾ കണ്ടെത്തിയത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെയും വസതികളാണ് ഈ താവളത്തിൽ ഉള്ളത്. എന്നാൽ ഈ ഡ്രോണുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഉദ്യോഗസ്ഥർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് റൂബിയോയെയും ഹെക്സത്തിനെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇരുവരെയും മാറ്റിയോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. പെന്റഗണും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പെന്റഗൺ വക്താവ് സീൻ പാർനെയിൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറായിട്ടുമില്ല. സുരക്ഷാ കാരണങ്ങളാൽ സെക്രട്ടറിയുടെ നീക്കങ്ങളെക്കുറിച്ച് വകുപ്പിന് അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും അത്തരം നീക്കങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് തികച്ചും നിരുത്തരവാദപരമായ കാര്യമാണെന്നും അദ്ദേഹം വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞിരുന്നു. ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വൈറ്റ് ഹൗസ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗങ്ങൾ നടത്തി. കൂടാതെ ഇറാന്റെ മുൻ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെയും ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിന്റെയും കൊലപാതകങ്ങൾക്ക് ശേഷം ഇറാനിയൻ പ്രതികാര നടപടികൾക്ക് സാധ്യത ഉള്ളതിനാൽ അമേരിക്കൻ സൈന്യത്തിന് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിരവധി അമേരിക്കൻ താവളങ്ങൾക്കുള്ള സംരക്ഷണ നിലവാരം ഏറ്റവും ഉയർന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭീകരാക്രമണങ്ങൾ തടയുന്നതിനായി അമേരിക്കൻ ഡിഫൻസ് പുറപ്പെടുവിക്കുന്ന സുരക്ഷാ ക്രമീകരണം ആയിട്ടാണ് ഇപ്പോൾ ഇത് ഉയർത്തിയിട്ടുള്ളത്. കൂടാതെ ലോകം എമ്പാടുമുള്ള അമേരിക്കൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സിന് നേരെ ഇസ്രായേൽ നടത്തിയത് തങ്ങളുടെ അറിവോടുകൂടിയുള്ള ആക്രമണം അല്ലെന്ന് പറയുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും ഇസ്രായേൽ സ്വന്തം നിലക്കാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നുമാണ് ട്രംപിന്റെ ന്യായീകരണം. എന്നാൽ ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഖത്തറിലെ തന്ത്രപ്രധാനമായ ഊർജ്ജ സ്രോതസ്സുകൾക്കോ അവിടെയുള്ള അമേരിക്കൻ താൽപര്യങ്ങൾക്കോ നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ഇറാന്റെ വാതകപ്പാടം പൂർണ്ണമായും തകർക്കും എന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ പ്രധാന സമാധാന പങ്കാളിയായ ഖത്തറിനെ ആക്രമിക്കുന്നത് ഒരിക്കലും അനുവദിക്കില്ല. ഖത്തറിന് നേരെ മിസൈൽ വിട്ടാൽ ഇറാന്റെ സൗത്ത് പാഴ്സ് വാതകപ്പാടം ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഉടനെ വെടിനിർത്തൽ വേണമെന്നും യുദ്ധം ആഗോള വിപണിയെ തകർക്കുന്നുവെന്നും കൂടെ ട്രംപ് പറയുന്നു. യുദ്ധം തുടങ്ങിവെക്കുകയും നിരവധി ആക്രമണങ്ങൾ നടത്തുകയും ചെയ്ത ശേഷമുള്ള ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്കും ഭീഷണികൾക്കുമെതിരെ വലിയ പ്രതിഷേധമാണ് അമേരിക്കയിൽ അടക്കം ഉയരുന്നത്.